നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാന നേതൃത്വം നൽകിയ സാധ്യതാ പട്ടികയ്ക്ക് ദില്ലിയിൽ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് പ്രതിനിധി യോഗം അംഗീകാരം നൽകിയ ശേഷമായിരിക്കും പ്രഖ്യാപനം. അതേസമയം കാട്ടായിക്കോണം സംഭവമടക്കം സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങൾക്കെതിരെ ദേശീയതലത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി 22 മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ സംസ്ഥാന നേതൃത്വം ശുപാർശ ചെയ്തിരുന്നു. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കും. ഒ രാജഗോപാലിനെ നേമത്തും, സംസ്ഥാന അധ്യക്ഷൻ കുമ്മൻ രാജശേഖരനെ വട്ടിയൂർക്കാവിലും, ശോഭാ സുരേന്ദ്രനെ പാലക്കാട്ടും, വി മുരളീധരനെ കഴക്കൂട്ടത്തും, പി.കെ. കൃഷ്ണദാസിനെ കാട്ടാക്കട മണ്ഡലത്തിലേക്കുമാണ് സംസ്ഥാന ഘടകം ശുപാർശ ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നദ്ദ, രാജീവ് പ്രതാപ് റൂഡി തുടങ്ങിയവർ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാര്യത്തിലും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകും. BDJS അടക്കം സഖ്യകക്ഷികളുമായി ഉടൻ ചർച്ച പൂർത്തിയാകുമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇനി മറ്റ് സഖ്യകക്ഷികൾ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ നടക്കാനുണ്ട്. അതുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തിനകം അതെല്ലാം പൂർത്തിയാകും. അങ്ങനെ NDAയുടെ ആ ഒരു മുന്നണി സംവിധാനത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മുഴുവൻ തന്നെ പട്ടിക പൂർത്തിയാവുകയും ഒരു വലിയ കൺവെൻഷനോടുകൂടി തന്നെ കേരളത്തിൽ എല്ലാ NDA സഖ്യകക്ഷികളും ഘടകകക്ഷികളും എല്ലാവരും ഒരുമിച്ച് ഒരു പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. ഇന്നലെ വൈകിട്ട് ദില്ലിയിലെത്തിയ സംസ്ഥാന നേതാക്കൾ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. കാട്ടായിക്കോണം സംഭവത്തിൽ ദില്ലിയിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. സംസ്ഥാനത്ത് UDF, LDF ഒത്തുകളിയാണ് നടക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. റിപ്പോർട്ടർ, ദില്ലി.